സുഹൃത്തുക്കളെ നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കുംഭമാസ ഫലത്തെയാണ് ഈ വീഡിയോയിൽ നമ്മൾ മുഖ്യമായി മനസ്സിലാക്കുന്നത്. കുംഭമാസത്തിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ ഇടവരാശിയിൽ വ്യാഴവും, മിഥുനരാശിയിൽ ചൊവ്വയും, കന്നിരാശിയിൽ ശിഖിയും, കുംഭരാശിയിൽ സൂര്യൻ, ബുധൻ, ശനി എന്നിവർ യോഗം ചേർന്നും മീനരാശിയിൽ ശുക്രനും സർപ്പിയും യോഗം ചേർന്നും സഞ്ചരിക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. കുംഭമാസം 14-ാം തീയതി ശിവരാത്രിയും 15-ന് കറുത്ത വാവും 30-ന് വെളുത്ത വാവും വരുന്നുണ്ട്. കൂടാതെ ഈ മാസം ബുധൻ കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് പകർച്ചയും സംഭവിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങൾ 12 രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് കുംഭമാസ ഫലങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ആദ്യമായി മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടരാശി. മേടരാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ഒരു മാസമായി കുംഭമാസം കണക്കാക്കാൻ സാധിക്കും. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കൈവരുന്ന ഒരു സമയമായി കുംഭമാസം മാറുന്നതാണ്. ജീവിതത്തിൽ വിവിധ മേഖലകളിൽ ഗുണകരമായ മാറ്റങ്ങൾ കുംഭമാസം മേടം രാശിക്കാർക്ക് അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ, കരിയർ, ബിസിനസ് എന്നീ മേഖലയിൽ ഉന്നതിയും നേട്ടവും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിയിൽ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രോത്സാഹനം ലഭിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് സമ്പന്നമായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് കുംഭമാസം മാറുന്നതാണ്. നിങ്ങളുടെ പുതിയ ഇടപാടുകൾ വിജയം കൊയ്യുക തന്നെ ചെയ്യും. സാമ്പത്തികമായ നില പരിശോധിക്കുമ്പോൾ ഈ കുംഭമാസം ധനപരമായി മെച്ചപ്പെട്ടൊരവസ്ഥ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചില നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമുണ്ടാകും. എന്നാൽ അനാവശ്യമായ ചിലവുകൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലവുകളിലൂടെ ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബജീവിതവും വ്യക്തിഗത ബന്ധങ്ങളെയും പരിശോധിക്കുമ്പോൾ കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് ഈ മാസം മാറും. ബന്ധുക്കളുമായിട്ട് സന്തോഷകരമായ ബന്ധം നിലനിർത്തുവാനും പുലർത്തുവാനും സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. ബന്ധുക്കൾക്കിടയിൽ നിലനിന്നിരുന്ന പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മാസം ഏറ്റവും ഉചിതമാണ്. അത്തരത്തിൽ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾക്ക് ഈ മാസം കാണുവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ മേടം രാശിക്കാര് ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആരോഗ്യകാര്യത്തിൽ മുൻകരുതലുകളും വ്യായാമവും നിങ്ങൾ മുടക്കാതെ കൊണ്ടുപോവുക. ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക, അല്ലെങ്കിൽ ഗൃഹത്തിൽ തന്നെ ആരാധനകൾ നടത്തുന്നത് എളുതായുള്ള ചില ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങളെ സഹായിക്കും. മൊത്തത്തിൽ ഈ മാസം മേടരാശിക്കാർക്ക് വളരെയധികം ഗുണകരമാണ്. കൂടുതൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സംയമനത്തോടെ മുന്നോട്ട് പോയാൽ മികച്ച ഫലം തന്നെ കുംഭമാസത്തിൽ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് ഇടവം രാശി ഫലമാണ്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര ചേരുന്ന രാശിയാണ് ഇടവരാശി. ഈ മാസം ഇടവം രാശിക്കാർക്ക് ചില വെല്ലുവിളികളും അതിനോടൊപ്പം തന്നെ മുന്നേറ്റത്തിനുള്ള അവസരങ്ങളും ഉണ്ടാകുന്ന സമ്മിശ്രപരമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെയുള്ള വിഷയത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു സമയമാണ് ഇടവരാശിക്കാരെ സംബന്ധിച്ച്. പ്രധാനമായി തൊഴിൽ മേഖലയിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായി വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് മടിയോ അലസതയോ നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ കരിയർ മേഖലയിൽ പിടിപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉന്നത ഉദ്യോഗസ്ഥരോടും സഹപ്രവർത്തകരോടും സംവാദങ്ങളിൽ സൂക്ഷ്മത പുലർത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലയന്റ്, ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് കസ്റ്റമറോടൊക്കെ ഇടപെടുന്ന സന്ദർഭത്തിൽ വാക്കുകൾക്ക് മിതത്വവും സൂക്ഷ്മതയും പുലർത്തുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തൊഴിൽ മേഖലയിലും ബിസിനസ് മേഖലയിലും പുതിയ ചില ചുമതലകൾ ഏറ്റെടുക്കുവാൻ സാഹചര്യം ഉണ്ടായേക്കാം. സ്ഥാപന മേധാവികൾക്കൊപ്പമോ ഉന്നത അധികാരികൾക്കൊപ്പമോ സഹകരിച്ച് ഈ മാസം മുന്നേറുന്നത് നിങ്ങൾക്ക് ഗുണത്തെ പ്രദാനം ചെയ്യും. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് സൂക്ഷ്മത പുലർത്തിയാൽ ഉറപ്പായും ധനലാഭം ഉണ്ടാകുന്നതാണ്. പക്ഷേ എല്ലാ കാര്യത്തിലും നിങ്ങളുടേതായ ഒരു നോട്ടം എത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു നിരീക്ഷണം നടത്തേണ്ടത് സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇടവരാശിക്കാർക്ക് വരുമാനത്തിൽ വർധനവ് തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണെങ്കിലും ചിലവുകളും അതിനനുസരിച്ച് കൂടും എന്നതാണ്. അതുകൊണ്ട് അനാവശ്യമായ ധനച്ചിലവുകൾ നിങ്ങൾ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പുതിയ കാര്യങ്ങളിലേക്ക് നിക്ഷേപം നടത്തുമ്പോഴോ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോഴോ പരിചയമില്ലാത്ത ബിസിനസ്സുകൾ തുടങ്ങാനായിട്ട് പോകുമ്പോഴോ നിങ്ങൾ പ്രത്യേകം ഒന്ന്
ശ്രദ്ധിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ പുതിയ നിക്ഷേപങ്ങളിലേക്ക് പണം ചെലുത്തുക അല്ലെങ്കിൽ പണം ഒഴുക്കുക എന്നുള്ളതാണ്. കടബാധ്യതകൾ പൂർണ്ണമായി ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ പുതിയ കടം വാങ്ങിക്കൂട്ടുകയോ കടം വാങ്ങുകയോ ഒന്നും ചെയ്യാതിരിക്കുക ഈ ഒരു മാസം. സാമ്പത്തിക കാര്യത്തിൽ ഇടവരാശിക്കാർ ഇതൊക്കെയാണ് ഒന്ന് സൂക്ഷിക്കേണ്ടത്. ഇടവരാശിക്കാരുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുമ്പോൾ വയറുമായിട്ട് ബന്ധപ്പെട്ടതോ സന്ധികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ ആയ അസുഖങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുകയാണ് എങ്കിൽ തുടക്കത്തിൽ തന്നെ ചികിത്സ ഉറപ്പുവരുത്തേണ്ടതാണ്. മാനസിക സമ്മർദ്ദം വർദ്ധിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പലതരം വിനോദങ്ങളിലേക്കും യാത്രകളിലേക്കും നിങ്ങൾ ഇടപെടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനായിട്ട് സമയം നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അമിതമായ ഭക്ഷണശീലം ഉറപ്പായും ഒഴിവാക്കുക. ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ഒരു സമയമായിട്ട് ഈ ഒരു കുംഭമാസം ജ്യോതിഷം എടുത്ത് പറയുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യത പറയുന്നുണ്ട്. ഇടവരാശിക്കാരെ വെള്ളിയാഴ്ച തോറും നെയ്വിളക്ക് കൊളുത്തി ഗൃഹത്തിൽ പ്രാർത്ഥനകൾ നടത്തുന്നതും സുബ്രഹ്മണ്യനെ ചൊവ്വാഴ്ചകളിൽ ആരാധിക്കുന്നതും ഇവർക്ക് ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ പരിഹരിച്ച് ഗുണങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകും എന്നുള്ളതാണ്. ഈ 2 പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ, അതായത് മഹാലക്ഷ്മി പ്രീതിയും സുബ്രഹ്മണ്യ പ്രീതിയും വരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക വർധനവും ആരോഗ്യവും പലവിധ വിജയവും നേട്ടവും നിങ്ങൾക്ക് കൈവരുന്നതാണ്. അടുത്തതായി മിഥുന രാശിയാണ്. മകയിരത്തര, തിരുവാതിര, പുണർന്ന മുക്കാല് ചേരുന്ന മിഥുന രാശിക്കാർക്ക് സൗഭാഗ്യകരവും ആനന്ദകരവുമായിട്ടുള്ള ഒരു മാസമായിട്ട് കുംഭമാസം മാറുന്നതാണ്. ഇവരുടെ തൊഴിൽ മേഖലയിൽ വൻ പുരോഗതിയാണ് കുംഭമാസത്തിൽ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ കർമ്മ മണ്ഡലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു മാസമാണിത്. അതുപോലെ തന്നെ ഉന്നതർ നിങ്ങളുടെ പരിശ്രമങ്ങളെ വിലയിരുത്തുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഈ മാസം ഉണ്ടാകുന്നതാണ്. അതുപോലെ പുതിയ അവസരങ്ങൾ നിങ്ങൾക്കായി ഈ മാസം വന്നെത്തും. തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിനും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിനും ഈ മാസം സാധ്യത ഏറെയാണ്. ബിസിനസ്സിൽ തീർച്ചയായും വളർച്ച ഉണ്ടാകുന്നതാണ്. സംരംഭകർക്ക് പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുവാൻ സാധിക്കും. നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുവാനും ഈ മാസം സാധിക്കും. അത്തരത്തിൽ അനുകൂലമായ ഒരു സമയമാണ്. പുതിയ കരാറുകൾ നേടുവാൻ സാധ്യത കുംഭമാസത്തിൽ പറയപ്പെടുന്നുണ്ട്. സാമ്പത്തികപരമായി മിഥുനരാശിക്കാർക്ക് സാധ്യത ഏറെയാണ്. മിഥുനരാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ വരുമാനത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വർധന ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് ഈ കുംഭമാസം മാറുന്നതാണ്. നേരത്തെ നിങ്ങൾ നടത്തിയിരുന്ന പ്രയത്നങ്ങൾക്ക് ഉചിതമായ പ്രതിഫലം വന്നെത്തുന്ന ഒരു മാസമാണ് ഇത്. അതുപോലെ പുതിയ വരുമാന മാർഗങ്ങൾ, നിക്ഷേപങ്ങൾ ഇവയിൽ നിന്ന് മികച്ച നേട്ടങ്ങൾ നേടുവാനുള്ള അവസരങ്ങളും ഈ മാസം തെളിയുന്നതാണ്. ഇനി കടമൊക്കെ ധാരാളം ഉള്ളവര് അല്ലെങ്കിൽ കടമൊക്കെ വാങ്ങിയിട്ടുള്ള ആളുകൾക്ക്, പണം വായ്പയ്ക്ക് എടുത്തിട്ടുള്ള ആളുകൾക്ക് അത് തിരികെ അടയ്ക്കുവാൻ അല്ലെങ്കിൽ കടം വീട്ടുവാനുള്ള സാമ്പത്തിക സ്ഥിതി കൈവന്നു ചേരുന്നതാണ്. വിവാഹം, പ്രണയം, കുടുംബജീവിതം എന്നിവയെക്കുറിച്ച് നോക്കുമ്പോൾ മിഥുനം രാശിക്കാർക്ക് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ അനുകൂലമായ ഒരു സമയമായിട്ട് കുംഭമാസം മാറും എന്നുള്ളതാണ്. വിവാഹമൊക്കെ നോക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ വിവാഹ ദല്ലാൾമാരോടൊക്കെ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അനുകൂലമായ ബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും. കുടുംബാംഗങ്ങളിൽ ഐക്യവും സന്തോഷവും ഈ കുംഭമാസത്തിൽ മിഥുന രാശിക്കാർക്ക് വർദ്ധിക്കുന്നതായി കാണാം. സ്നേഹബന്ധങ്ങൾ വളരെ ശക്തി പ്രാപിക്കുന്ന ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ മനസുഖം വീണ്ടെടുക്കാനും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവയെ പരിഹരിക്കുന്നതിനും ആ ഒരു പഴയ സ്നേഹം വർദ്ധിക്കുന്നതിനും ഈ കുംഭമാസം ഇടവരും. ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ആരോഗ്യത്തിലും മെച്ചമുണ്ടാകുന്ന ഒരു സമയമാണ്. മനസ്സിൽ നല്ല ഉണർവും ആത്മവിശ്വാസവും ഈ മാസം വന്നെത്തുന്നതാണ്. ചെറിയ ചെറിയ രോഗങ്ങൾക്കുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഉള്ള അസുഖങ്ങൾ തടയുവാൻ ആരോഗ്യപരമായിട്ട് മുൻകരുതലുകളും ചികിത്സയും നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രങ്ങൾ, ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുക, ഉചിതമായ വഴിപാടുകൾ ചെയ്യുക, പ്രാർത്ഥനകൾ നടത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ്. കുംഭമാസം ജീവിതത്തിൽ ഏറ്റവും ഐശ്വര്യ സമ്പൂർണ്ണമായി തീരുന്നതിന് മിഥുനം രാശിക്കാരായ നിങ്ങളെ ഇത് സഹായിക്കും. ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ആശയങ്ങൾ സഫലമാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പ്രയത്നങ്ങൾ അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് തീർച്ചയായും വിജയങ്ങൾ ഉണ്ടാകുന്നതാണ്.
അടുത്തതായിട്ട് കർക്കിടക രാശിയാണ്. പുണർദം കാല് പൂയം ആയില്യം നക്ഷത്രം ചേരുന്ന കർക്കിടക രാശിക്കാർക്ക് കുംഭമാസം വളരെ സമഗ്രമായ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ വ്യവസായ രംഗത്ത് ഒരു പുതിയ ഉയർച്ച കുംഭമാസം കർക്കിടക രാശിക്കാർക്ക് അനുഭവപ്പെടുന്നതാണ്. പ്രമോഷൻ, പുതിയ അവസരങ്ങൾ, ഉയർന്ന ശമ്പളം അല്ലെങ്കിൽ പുതിയ ഒരു ജോലിയിലേക്കുള്ള സാധ്യതകൾ നിങ്ങൾക്ക് ഈ മാസത്തിൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു മാസമായിട്ട് ഈ കുംഭമാസം മാറുന്നതാണ്. ബിസിനസ്സുകാരുടെ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയേറുന്ന ഒരു മാസമായിട്ട് ഈ കുംഭമാസം മാറുന്നതാണ്. പ്രത്യേകിച്ച് വ്യാപാരം, ആരോഗ്യപരമായ മേഖലകൾ, കോച്ചിങ്, കൗൺസിലിംഗ് തുടങ്ങിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടം കൈവരുന്ന ഒരു സമയമാണ്. കുടുംബ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ കർക്കിടക രാശിക്കാർക്ക് ഈ കുംഭമാസം സന്തോഷകരമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. ബന്ധു സമാഗമവും വിവാഹം, ഗൃഹപ്രവേശം പോലുള്ള ആഘോഷങ്ങൾക്ക് ഈ മാസം നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം വർദ്ധിക്കും. അതുപോലെ ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹവും കരുതലും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് കുംഭമാസം മാറുന്നതാണ്. കർക്കിടക രാശിക്കാർ എന്നിരിക്കലും ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. പഴയ ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും വരാതിരിക്കുവാൻ ജാഗ്രത പുലർത്തേണ്ടതാണ്. ആഹാരശീലം, മാനസികമായ സമ്മർദ്ദം എന്നീ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. ധനപരമായ മേഖല അനുകൂലമായിരിക്കുമെങ്കിലും ചില ചെലവുകൾ കൂടാൻ സാധ്യത പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിതറിയ ചെലവുകൾ ഒഴിവാക്കാൻ കർക്കിടക രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കും ഇന്റർവ്യൂ മുന്നിലുള്ളവർക്കും ഈ മാസം നല്ല രീതിയിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. ഉന്നത പഠനത്തിന് അവസരങ്ങൾ, സ്കോളർഷിപ്പുകൾ എന്നിവ ഈ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുംഭമാസത്തിലെ 2, 6, 12, 18, 24 തുടങ്ങിയ തീയതികൾ നിങ്ങളുടെ ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും കടന്നു വരുന്ന ദിനങ്ങളായി മാറുന്നതാണ്. കുംഭമാസം കൂടുതൽ വിശേഷദായകവും സൗഭാഗ്യദായകവുമായി മാറുന്നതിന് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഹനുമാൻ സ്വാമിയെ പൂജിക്കുക, ക്ഷേത്ര ദർശനം ചെയ്യുക. ശിവക്ഷേത്രങ്ങളിലും നിങ്ങൾ ദർശനം നടത്തുക. ഈ മാസം കഴിവിന്റെ പരമാവധി അന്നദാനത്തിലേക്ക് ഒരു സംഭാവന നൽകുന്നത് ജീവിതം കൂടുതൽ ഐശ്വര്യ സമ്പൂർണമാകുന്നതിനും മനസ്സിന് അത്യധികം ആഹ്ലാദവും സന്തോഷവും വർദ്ധിക്കുന്നതിനും കാരണമായി മാറും. ഒരുപാട് കാലമായി ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ വേഗത്തിൽ കൈവരിക്കുന്നതിന് അത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നതാണ്. ചിങ്ങരാശിക്കാർ അല്ലെങ്കിൽ മകം, പൂരം, ഉത്രം കാല് ചേരുന്ന ചിങ്ങരാശിക്കാരുടെ 7ാം ഭാവത്തിലേക്കാണ് ഇപ്പോൾ സൂര്യൻ പകരാനായിട്ട് പോകുന്നത്. അത് വിവാഹബന്ധം, പങ്കാളിത്ത ബിസിനസ്സുകൾ, സാമൂഹിക ഇടപെടലുകൾ എന്നിവയിൽ ഒരു പുതു ഊർജം കൊണ്ടുവരുവാൻ സഹായിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധനലാഭത്തിനും പുതിയ സാമ്പത്തിക അവസരങ്ങൾ കണ്ടെത്തുന്നതിനും ഈ ഒരു കുംഭമാസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിവിധ തരത്തിലുള്ള കരാറുകൾ വന്നു ചേരുന്നതാണ്. സംരംഭകർ നേട്ടം കൊയ്യുന്ന ഒരു മാസമായി കുംഭമാസം മാറുന്നതാണ്. ദാമ്പത്യ സൗഖ്യം, അതുപോലെ തന്നെ ബന്ധങ്ങളെപ്പറ്റി പരിശോധിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ മികച്ച പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ്. ചിലർക്ക് വിവാഹയോഗം കൈവരാനും ഈ ഒരു കുംഭമാസം കാരണമാകും. സുഹൃത്തുക്കളുമായുള്ള ബന്ധവും ശക്തിപ്പെടുന്നതാണ്. പൊതുജീവിതം അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ സാമൂഹിക പ്രസക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാമൂഹിക ജീവിതം കുംഭമാസം മെച്ചപ്പെടുന്ന ഒരു സമയമായി തന്നെ മാറുന്നതാണ്. പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, മാനേജ്മെന്റ് രംഗത്തുള്ളവർ തുടങ്ങിയവർക്ക് ഈ ഘട്ടം വളരെ ഐശ്വര്യപ്രദമായിരിക്കും, വളരെ ഗുണകരമായിരിക്കും. ഈ കരിയർ, ജോലി മേഖലകളിൽ പരിശോധിക്കുമ്പോൾ വ്യവസായ മേഖലയിലോ സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നവർക്ക് ഉന്നത സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. പുതിയ ഉത്തരവാദിത്തങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്. പുതിയ തൊഴിലുകൾ ലഭിക്കാനുള്ള സാധ്യതയും നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ തൊഴിലൊന്നുമില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഉറപ്പായും പുതിയ തൊഴിൽ ഈ മാസത്തിൽ, കുംഭമാസത്തിൽ നിങ്ങൾ അന്വേഷിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയതുപോലെ ലഭിക്കുന്നതാണ്. എന്നാൽ ആരോഗ്യത്തിൽ ചിങ്ങരാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ക്ഷീണം, മാനസികമായ സമ്മർദ്ദം, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിത്യാദി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കണ്ടറിഞ്ഞ് നിങ്ങൾ അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ സ്വീകരിക്കുക. മനസ്സിനെ സന്തോഷത്തോടു കൂടി വയ്ക്കുക. സ്ഥിരമായ വ്യായാമവും ആത്മീയതയുമായി ബന്ധമുള്ള ശീലങ്ങളും പിന്തുടർന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ചിലർക്ക് വിദേശ യാത്രയ്ക്കും കുംഭമാസത്തിൽ ചിങ്ങരാശിക്കാർക്ക് സാധ്യതകൾ ഒരുങ്ങുന്നുണ്ട്.
ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്തിൽ നിന്ന് ദൂരയാത്രകൾ നടത്തുവാൻ കുംഭമാസത്തിൽ നിങ്ങൾക്ക് സാധിക്കും. പ്രത്യേകിച്ച് ബിസിനസ്, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണ് ഇത്തരത്തിൽ യാത്രകൾക്ക് അവസരം ഒരുങ്ങുന്നത്. പൊതുവിൽ ചിങ്ങരാശിക്കാർക്ക് സാമ്പത്തിക, സാമൂഹിക, തൊഴിൽ, ജീവിത മേഖലകളിൽ ഉന്നതി ഉണ്ടാകുന്നത് ഈ കുംഭമാസത്തിൽ അറിയുവാൻ സാധിക്കും. എന്നാൽ ആരോഗ്യരംഗം മാത്രം നിങ്ങൾ ഒന്ന് ചെറുതായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജാഗ്രതയോടുകൂടി ഈ ഒരു കാലഘട്ടത്തെ നിങ്ങൾ നേരിടുമെങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യവും മംഗളവും വർദ്ധിക്കുന്നതാണ്. ഫെബ്രുവരി മാസം 15, ഫെബ്രുവരി 21, ഫെബ്രുവരി 27, മാർച്ച് 3, മാർച്ച് 9, മാർച്ച് 14, മാർച്ച് 19 ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സൗഭാഗ്യദായകമായ ദിനങ്ങളായി മാറുന്നതാണ്. ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒട്ടേറെ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. കുംഭമാസം കന്നിരാശിക്കാർക്ക്, അതായത് ഉത്രമുക്കാല്, അത്തം, ചിത്തിര അരചേരുന്ന കന്നിരാശിക്കാർക്ക് സമ്പത്ത് വ്യവസ്ഥയിൽ ഉണർവ് അനുഭവപ്പെടുന്ന ഒരു മാസമായി തീരുന്നതാണ്. ഗൃഹനിർമ്മാണം, ഭൂമി ഇടപാട്, ആസ്തി സംബന്ധമായ കാര്യങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഈ വിധം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ശുക്രനും രാഹുവും മീനത്തിലുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ ചെറു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും നിങ്ങളുടെ ക്രിയാത്മകമായ ഇടപെടലും ബുദ്ധിയും ഉപയോഗിച്ച് ഈ പ്രതിസന്ധികളെ മറികടക്കുവാൻ സാധിക്കും. കുംഭമാസത്തിൽ കന്നിരാശിക്കാർക്ക് സൗഭാഗ്യദായകമായ ചില ദിവസങ്ങൾ ഫെബ്രുവരി 14, ഫെബ്രുവരി 19, ഫെബ്രുവരി 24, മാർച്ച് 1, മാർച്ച് 6 എന്നിവയാണ്. ഈ ദിവസങ്ങളിൽ ചില സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്. കന്നിരാശിക്കാരുടെ സമ്പത്തും കരിയറും സംബന്ധിച്ച് നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പ്രമോഷൻ, തൊഴിലിൽ ഉയർച്ച നേടാൻ സാഹചര്യം ഒരുങ്ങുന്നതാണ്. വേതന വർധനവ്, ശമ്പളം അധികരിക്കുക എന്നിവ ഈ മാസം ഉണ്ടാകുന്നതാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭകരമായ ഇടപാടുകൾ നടക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ മാസം വ്യായാമവും ആഹാരശീലവും നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ചൊവ്വ ഇടവരാശിയിലുള്ളത് കണ്ണ്, ശിരസ് എന്നിവയുമായി ബന്ധപ്പെട്ട ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചില പിണക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും ഇണയുടെ പരിപൂർണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ മത്സര പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്നവര്, കോളേജ് വിദ്യാർത്ഥികൾ, ഇവരൊക്കെ തന്നെ അത്യുജ്വലമായിട്ടുള്ള വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ കുംഭമാസം ഏറ്റവും ശുഭസമ്പൂർണമാകുന്നതിന് കന്നിരാശിക്കാർ നിർബന്ധമായും ശിവരാത്രി ദിവസം ശിവക്ഷേത്രം സന്ദർശനം ചെയ്യുക. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിയെയോ അയ്യപ്പ സ്വാമിയെയോ ഭജിക്കുക, ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുക. കർത്തവാവ് ദിവസം പിതൃകർമ്മങ്ങൾ നിർവഹിക്കുകയോ കുടുംബക്ഷേത്രം ഏതെങ്കിലും മാസത്തിൽ ഒരു ദിവസം സന്ദർശനം ചെയ്യുകയോ ചെയ്യുക. കുജന്റേതായ ദോഷം ഒഴിയുന്നതിന് ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ സ്വാമിയെ ആരാധിക്കുകയോ സുബ്രഹ്മണ്യയോ ഭദ്രകാളിയെയോ ആരാധിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും കന്നിരാശിക്കാർക്ക് അവരുടെ ആരോഗ്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത മുൻനിർത്തി ഇണയോട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി ജീവിതം ഏറ്റവും സുഖസമ്പൂർണമായിരിക്കും. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര അവസാന അര, ചോതി, വിശാഖം മുക്കാല് ചേരുന്ന തുലാരാശിക്കാർ. തുലാരാശിക്കാർക്ക് പഞ്ചമസ്ഥാനത്ത് അല്ലെങ്കിൽ കുംഭരാശിയിൽ ഗ്രഹങ്ങളുടെ സംയോഗം നടക്കുന്നത് ഇവരുടെ ചിന്താശക്തിയും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കഴിവും വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. എന്നാൽ തൊഴിൽ രംഗത്ത് പ്രത്യേകമായ കുറച്ച് ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ മീനരാശിയിലെ ശുക്രനും രാഹുവും, അതായത് 6ാം സ്ഥാനത്ത് ശുക്രന്റെ സാന്നിധ്യം, അത് രാഹുവിനൊപ്പം ഉള്ളത് ചെലവുകൾ വർദ്ധിപ്പിക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ പുതിയ നിക്ഷേപങ്ങളിലേക്ക് പണം മുടക്കുമ്പോഴൊക്കെ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ധനപരമായ കാര്യത്തിൽ നിങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അഷ്ടമസ്ഥാനത്ത് ചൊവ്വയുടെ സാന്നിധ്യവും സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം എന്നുള്ളതിന്റെ സൂചനയാണ്. ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക. ധനം സൂക്ഷിച്ച് മാത്രം കുംഭമാസത്തിൽ നിങ്ങൾ വിനിയോഗിക്കുക. അനാവശ്യ ചെലവുകൾക്കോ ആർഭാടത്തിനോ വേണ്ടിയിട്ട് കയ്യിലുള്ള ധനത്തെ ധൂർത്തടിക്കരുത്. ഇനി കുടുംബജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ കുടുംബജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ധീരതയോടും കൂടി നിങ്ങൾക്ക് അതിനെ നേരിടാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ചൊവ്വയുടെ ഇടവരാശിയിലുള്ള സ്ഥാനം ബന്ധുക്കളുമായിട്ട് പൊരുത്തക്കേടുകൾ ഉണ്ടാകാൻ സാധ്യത വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ സൂചിപ്പിക്കുകയാണത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധ പുലർത്തുക. ബന്ധുക്കളുമായിട്ട് രമ്യതയിൽ പോകുവാനായിട്ട് സാധിക്കുക. തർക്കങ്ങളും
പ്രശ്നങ്ങളും നിങ്ങൾ ഒഴിവാക്കുക. വിദ്യാഭ്യാസപരമായിട്ട് നോക്കുമ്പോൾ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾ നിങ്ങളുടെ ഗൃഹത്തിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ടോ വിദ്യാഭ്യാസം ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ മാസം കുംഭരാശിയിലെ ബുധൻ വിദ്യാർത്ഥികൾക്ക് വളരെ നേട്ടം നേടിക്കൊടുക്കും എന്നുള്ളതാണ്. പഠനത്തിലും പരീക്ഷയിലും ഒക്കെ മികച്ച ഫലം അത് നേടിക്കൊടുക്കും. അതുപോലെ തന്നെ പഞ്ചമ നിലയിലുള്ള ശനി, 5ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അധ്യാപകരുടെയും മുതിർന്നവരുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനുള്ള സൂചനയാണ് നൽകുന്നത്. ഗുരുജനങ്ങളെ നിങ്ങൾ സ്നേഹത്തോടെ ചേർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. മാസം മധ്യത്തോടു കൂടിയിട്ട് ബുധൻ മീനരാശിയിലേക്ക് പകരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസാര ചാതുര്യമൊക്കെ നിങ്ങളിൽ വർദ്ധിക്കുകയും നിങ്ങളുടെ സംസാരം കൊണ്ട് നേട്ടവും ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യത്തെ കുറിച്ച് പറയുമ്പോൾ മീനരാശിയിലെ രാഹു ശുക്രൻ സംയോഗം ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഭക്ഷണക്രമത്തിലൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കുംഭരാശിയിലെ ശനി സൂര്യൻ സംയോഗം ജലസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശിവന് ജലധാര നടത്തുന്നത് അല്ലെങ്കിൽ ധാര കഴിപ്പിക്കുന്നത് ആ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും കുംഭമാസം ഏറ്റവും ഐശ്വര്യസമ്പൂർണമായി തീരുന്നതിന്, ദോഷങ്ങളകന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നതിന് അത്തരം വഴിപാടുകൾ സഹായിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് സൗഭാഗ്യത്തെ നൽകുന്ന ചില തീയതികളുണ്ട്. ഫെബ്രുവരി മാസത്തിലെ 17, 18 തീയതികൾ, ഒപ്പം തന്നെ 21, 23, 26 തീയതികൾ, മാർച്ച് മാസത്തിലെ 1, 5, 9, 12, 14 തീയതികൾ ഏറ്റവും ഐശ്വര്യദായകമായിട്ടുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മികച്ച മാറ്റങ്ങളും മികച്ച സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. സുപ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റ് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങിക്കോളൂ, പ്രവർത്തിച്ചോളൂ. ഉറപ്പായും നിങ്ങൾക്ക് അത് വളരെ വേഗം പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഫെബ്രുവരി 14-ാം തീയതി ശിവരാത്രി വരെയാണ്. അന്നേ ദിവസമുള്ള ശിവഭക്തി നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. അതുപോലെ ഫെബ്രുവരി 15-ന് കറുത്തവാവും വരുന്നുണ്ട്. പിതൃകർമ്മങ്ങൾക്കൊക്കെ ഏറ്റവും ശുഭകരമായ ദിവസമാണ്. കഴിയാത്ത പക്ഷം കുടുംബക്ഷേത്രമെങ്കിലും അന്നേ ദിവസം നിങ്ങൾ സന്ദർശനം ചെയ്യാം. ഫെബ്രുവരി 30 വെളുത്തവാവ് വരെയാണ്. സാമ്പത്തിക കാര്യങ്ങൾക്ക് അന്നേ ദിവസം ഏറ്റവും നല്ല ദിവസമാണ്. അപ്പൊ പൊതുവിൽ ഈ കുംഭമാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന് ശിവാരാധന ചെയ്യുക, മറ്റൊന്ന് ശനിപ്രീതി വരുത്തുക, അതുപോലെ രാഹു കേതു പ്രീതി വരുത്തുക, ശാന്തി ഉണ്ടാക്കുക. അതുപോലെ കുറച്ചു പേർക്ക് അന്നദാനം നൽകുക, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ അന്നദാനത്തിന് ചെറിയ ഒരു തുക 10 രൂപയായിരുന്നാൽ അതല്ല എങ്കിൽ ഒരു 11 രൂപ നാണയം നിങ്ങൾ അത് ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ അന്നദാനത്തിനെന്ന് സങ്കല്പിച്ചുകൊണ്ട് സമർപ്പിച്ചാലും അത് ഏറ്റവും ഐശ്വര്യദായകമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തുലാം രാശിക്കാർക്ക് ഈ കുംഭമാസം ഈ വർഷത്തിലെ ഏറ്റവും മികച്ച ഒരു സമയമായിട്ട്, ഒരു സന്ദർഭമായിട്ട് പല അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് അത് കാരണമാകും. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ കുംഭമാസ ഫലമാണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യദായകമായ ദിനങ്ങളെന്ന് പറയുന്നത് ശിവരാത്രിയായ ഫെബ്രുവരി 14, അതുപോലെ 15-ാം തീയതി കറുത്തവാവ് വരുന്ന ദിവസം, 30-ാം തീയതിയാകുന്ന വെളുത്തവാവ് വരുന്ന ദിവസം. ഇതെല്ലാം ഇവരുടെ ജീവിതത്തിൽ സർവ്വസൗഭാഗ്യം വിളിച്ചോതുന്ന ദിനങ്ങളായിരിക്കും. വൃശ്ചികരാശിക്കാരുടെ ആരോഗ്യ സംബന്ധമായി നോക്കുമ്പോൾ ശാരീരികമായ ഉഷ്ണം വർദ്ധിപ്പിച്ചേക്കാവുന്ന ഒരു സ്ഥിതിയാണ്. അതുപോലെ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും ശ്രദ്ധ വേണം എന്നുള്ളതാണ്. സാമ്പത്തിക രംഗം പരിശോധിക്കുമ്പോൾ മീനം രാശിയിൽ നിൽക്കുന്നതായ ശുക്രൻ സാമ്പത്തികമായ അഭിവൃദ്ധിയും ഉന്നതിയും പ്രാപിക്കുന്നതിന് വൃശ്ചിക രാശിക്കാരെ സഹായിക്കും എന്നതാണ്. വരുമാന മേഖലയിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. വൻ വർധനവ് തന്നെ ഈ ഒരു മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ കുംഭരാശിയിലെ ശനി കരിയറിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരും. ആ മാറ്റങ്ങളെ ബുദ്ധിപൂർവം നിങ്ങൾ നേരിടുമെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിപൂർവം അതിനെ ഉപയോഗപ്പെടുത്തുമെങ്കിൽ കൂടുതൽ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുടുംബജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ കുംഭരാശിയിലെ സൂര്യന്റെ ഗതി ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളും പിണക്കങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാസാരംഭത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് കുംഭമാസം ഏറ്റവും ഐശ്വര്യദായകമായി മാറുന്നതിന് കുംഭമാസം മുഴുവൻ ശിവാരാധനയ്ക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. ചൊവ്വയുടെ ദോഷം കുറയ്ക്കുവാന് ഹനുമാൻ ക്ഷേത്രങ്ങളിൽ, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുക. അതുപോലെ അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങളും നിങ്ങൾ സന്ദർശനം ചെയ്യേണ്ടതാണ്. ആത്മവിശ്വാസം നിലനിർത്തി മുന്നോട്ട് പോകുന്നതിലൂടെ വൃശ്ചിക രാശിക്കാർക്ക് ജീവിതത്തിൽ ഈ കുംഭമാസം പല സൗഭാഗ്യങ്ങളും നേടുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം കാല് ചേരുന്ന ധനുരാശി. ധനുരാശിക്കാരുടെ കുംഭമാസ ഫലത്തെ പറയുമ്പോൾ ഗ്രഹസ്ഥിതി അനുസരിച്ച് ധനുരാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് ഈ കുംഭമാസത്തിൽ വരാനിരിക്കുന്നത്. പ്രധാനമായും വ്യക്തിപരമായ വികാസം, കരിയർ വളർച്ച, സാമ്പത്തിക സാഹചര്യം, കുടുംബ ബന്ധം, ആരോഗ്യം എന്നീ വിഷയങ്ങളിൽ ഈ മാസം ഗ്രഹങ്ങൾ
ശക്തമായ സ്വാധീനം ചെലുത്തുന്നതാണ്. കുംഭരാശിയിലെ ശനി, സൂര്യൻ, ബുധൻ എന്നിങ്ങനെ ഗ്രഹങ്ങളുടെ സംയോഗം ധനുരാശിക്കാരെ പരാക്രമ സ്വഭാവികളാക്കും എന്നതാണ്. അപ്പോൾ സ്വഭാവത്തിൽ ഒരല്പം ശാന്തത കൈവരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എല്ലാത്തിലും പെട്ടെന്ന് കയറി പ്രതികരിക്കാനൊക്കെ ഒരു താല്പര്യം തോന്നും, പക്ഷേ പ്രതികരിക്കാതിരിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഇടപെടേണ്ടതാണ്. അതുപോലെ തന്നെ സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ താല്പര്യം വർദ്ധിക്കും. ആത്മവിശ്വാസം ഉയരും അല്ലെങ്കിൽ ദൃഢമാകും. ഇങ്ങനെ മാനസികമായിട്ട് നല്ല ബലവും തൻ്റെ ഇടവും ഉത്സാഹവും കൈവരുന്ന ഒരു മാസമായിട്ട് കുംഭമാസം മാറും. വിദ്യാഭ്യാസം, ചെറിയ യാത്രകൾ, അതായത് ദീർഘദൂര യാത്രകളല്ല, ചെറിയ യാത്രകൾ, അതുപോലെ തന്നെ അനുഗ്രഹീതമായ വാർത്തകൾ, ചില സന്തോഷ വർത്തമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുംഭമാസത്തിൽ നിങ്ങളെ തേടി വരും. അപ്പോൾ ഈ സൗഭാഗ്യങ്ങളൊക്കെ ധനു രാശിക്കാർക്ക് വരാൻ പോവുകയാണ്. ഇനി മാധ്യമ പ്രവർത്തനം, അതുപോലെ ഓൺലൈൻ ബിസിനസ്, സോഷ്യൽ മീഡിയ, ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ശുഭകരമായ നേട്ടങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും. ചൊവ്വ ഇടവരാശിയിൽ നിൽക്കുകയാണ്. ഇത് ജോലി സ്ഥലത്ത് വെല്ലുവിളികൾ ഉയർത്തിയേക്കാം. അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് ഉത്സാഹം വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലിയിൽ മടുപ്പും അലസതയും ക്ഷീണവും വരാതിരിക്കാൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാനിരിക്കുന്നവർ വരട്ടെ. ഈ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി ആരോഗ്യപരമായിട്ടും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ചെറിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ വിശ്രമം കൊണ്ടും മരുന്നുകൊണ്ടും നേരിടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വ്യക്തിത്വ വികസനം നടപ്പിലാക്കാൻ അനുകൂലമായ ഒരു സമയമാണ്. ശുക്രനും രാഹുവും മീനരാശിയിൽ യോഗം ചേർന്നിട്ടുണ്ട് വീട്ടിൽ. അതുകൊണ്ട് തന്നെ ചില വഴക്കുകളും പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി മനസ്സിലാക്കി നിങ്ങൾ അത്തരത്തിൽ ശണ്ഠകളോ വഴക്കുകളോ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അങ്ങനെയെങ്കിൽ ഗൃഹത്തിൽ സന്തോഷവും ഐശ്വര്യവും ശാന്തിയും സമാധാനവും പുലരും. ഇനി അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചെലവുകളും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ധനമൊക്കെ വിനിയോഗിക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കന്നിരാശിയിലെ കേതു ചിന്താശക്തിയെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. എന്നാൽ അപ്രതീക്ഷിതമായ ചില ഭയങ്ങൾ നിങ്ങളെ ഗ്രസിക്കാൻ സാധ്യതയുണ്ട്. ഭയപ്പെടുത്തുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ കുംഭമാസത്തിൽ ഫലം പറയുന്നുണ്ട്. അപ്പൊ മനസ്സിൽ അലോസരങ്ങൾ കുറയ്ക്കുന്നതിന് യോഗ, ധ്യാനം, പ്രാർത്ഥന, ക്ഷേത്ര ദർശനം ഇവ നടത്തുന്നത് ഈ ഭയപ്പാടുകളൊക്കെ അതിജീവിക്കുവാൻ നിങ്ങളെ പ്രാപ്തമാക്കും. കുംഭമാസത്തിൽ ചില സുപ്രധാനപ്പെട്ട ഭാഗ്യദായക ദിനങ്ങൾ ധനുരാശിക്കാർക്കുണ്ട്. ഫെബ്രുവരി മാസത്തിലെ 17, 21, 25, മാർച്ച് മാസത്തിലെ 2, 7, 11 തുടങ്ങിയ ദിവസങ്ങൾ വളരെ ശുഭദായകമായിട്ടുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ചില അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്ക് ഫെബ്രുവരി മാസം 19, 26, മാർച്ച് 3, 10 എന്നിങ്ങനെ ദിവസങ്ങൾ അനുകൂലമാണ്. ഈ ദിവസങ്ങൾ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ചില ഇടപാടുകളിലേക്ക് നടന്നെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ലോട്ടറി സൗഭാഗ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ദിവസങ്ങളിൽ കുംഭമാസത്തിൽ വന്നു ചേരാൻ സാധ്യത കൂടുതലാണ്. ഇനി മാനസികമായിട്ട് ഉന്മേഷവും ശാരീരികമായ ഒരു ശക്തിയും കൈവരുന്ന ചില ദിവസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ജ്യോതിഷം. ഫെബ്രുവരി 22, 28, മാർച്ച് 5, 9 ദിവസങ്ങൾ മാനസികമായിട്ട് നല്ല ഉല്ലാസവാന്മാരായിട്ട് അനുഭവപ്പെടുന്ന ദിവസങ്ങളായിരിക്കും അത്രേ. ഇനി ശിവരാത്രിയിൽ, അതായത് ഫെബ്രുവരി 14 ശിവാരാധനയും ശിവപഞ്ചാക്ഷര ജപവും, അതായത് ഓം നമഃ ശിവായ ചൊല്ലി ഭഗവാനെ പൂജിക്കുന്നതും നിങ്ങൾക്ക് വളരെ, ധനുരാശിക്കാർക്ക് വളരെ ഗുണകരമായ ഒന്നാണ്. ഇനി സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ ഇതൊക്കെ അന്നേ ദിവസം നിങ്ങൾ നിർവഹിക്കുമെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് വലിയ അളവിൽ വർദ്ധിക്കാൻ അത് ഇടവരും. അതുപോലെ ശിവക്ഷേത്ര ദർശനം ഏറ്റവും ശ്രേയസ്കരമാണ്. വെളുത്തവാവ് ദിവസം ലക്ഷ്മി ദേവിയെ പൂജിക്കുകയും അതുപോലെ തന്നെ ഭഗവതിക്ക് വേണ്ടി നെയ്വിളക്ക് കൊളുത്തുകയും ചെയ്യുന്നതും സാമ്പത്തിക വർധനവിന് അത്യധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ കറുത്തവാവ് ദിവസം കുടുംബക്ഷേത്ര ദർശനം ചെയ്യുന്നത് പിതൃപ്രീതിയും കുടുംബദേവതയുടെ അനുഗ്രഹവും കൈവരുന്നതിന് സഹായിക്കും. ശാസ്താവിനെയും ഹനുമാനെയും മാസത്തിൽ ഉടനീളം നിങ്ങൾ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മഹത്തരമായ ഗുണത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. അതുപോലെ ചൊവ്വയുടെ ദോഷത്തെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ ഭജനം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ കഴിവതും പോയി പ്രാർത്ഥിക്കുക.
അല്ലാത്ത പക്ഷം ഗൃഹത്തിൽ തന്നെ വിളക്ക് വെച്ച് സ്വാമിയെ ചിത്രം വെച്ച് ആരാധിക്കുക. അന്നദാനം അല്ലെങ്കിൽ വിദ്യാദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ധനുരാശിക്കാർക്ക് ഈ മാസം ഏറ്റവും ഉത്തമമാണ്. ഈ മാസം ധനുമാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് വർദ്ധിപ്പിക്കാനും പ്രയാസങ്ങളെ അതിജീവിക്കാനും ആത്മവിശ്വാസം കെട്ടിപ്പടുക്കാനും ആരോഗ്യ പരിപാലനത്തിനും ഭാഗ്യദിനങ്ങളിൽ ധനനിക്ഷേപം നടത്തുവാനും ഒക്കെ അനുകൂലമായ ഒരു മാസമാണ്. അടുത്തതായിട്ട് മകരം രാശിക്കാരുടെ ഫലമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഉത്രാടം 2, 3, 4 പാദങ്ങൾ അല്ലെങ്കിൽ ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടത്തര ചേരുന്നതാണ് മകരം രാശി എന്ന് പറയുന്നത്. മകരം രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവരുടെ സാമ്പത്തികം അല്ലെങ്കിൽ കരിയറിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ ധനസ്ഥാനത്ത് ശനി, സൂര്യൻ, ബുധൻ എന്നിങ്ങനെ ഗ്രഹങ്ങളുടെ ഒരു സമ്മേളനം തന്നെ നടക്കുന്നു എന്നുള്ളത് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനുള്ള ഒരു അവസരത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകൾ ഉണ്ടായേക്കാം. അപ്പോൾ ചിലവുകളെ നിങ്ങൾ പിടിച്ചു നിർത്തുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഈ മാസം വളരെ മികച്ച ഒരു കാലഘട്ടമായിരിക്കും. ചിലവുകൾ വർദ്ധിക്കാതെ ഈ ഒരു മാസത്തിൽ സൂക്ഷിക്കണം. തീർച്ചയായും വരവുകൾക്ക് യാതൊരു കുറവും ഉണ്ടാകുകയില്ല. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. അതുപോലെ ബുദ്ധിയുടെയും കഠിന പ്രയത്നത്തിൻ്റെയും ഫലം നിങ്ങൾക്ക് ഈ മാസത്തിൽ ലഭിക്കും എന്നുള്ളതാണ്. ഇനി തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ശനിയുടെയും സൂര്യൻ്റെയും സംയുക്തമായ പുണ്യം അധികാരത്തിൽ ഇരിക്കുന്ന സമയമാണെങ്കിലും അമിതമായ ജോലി ഭാരത്തെ അത് പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ജോലിയിൽ കുറച്ച് കാഠിന്യം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ജോലി ഭാരം അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കി കൃത്യസമയത്ത് ചെയ്യേണ്ട ജോലികളൊക്കെ ഈ മാസം കൃത്യമായും ചെയ്തു തീർക്കുക. ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ലാഭകരമായ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ശിവരാത്രി അല്ലെങ്കിൽ ഫെബ്രുവരി 14 ശേഷമുള്ള ദിവസങ്ങളാണ് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ തൊഴിലിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് ഈ ഒരു ഫെബ്രുവരി 14 ശേഷം നിങ്ങൾക്ക് പിടിച്ചാൽ പിടിയെത്താത്ത വിധത്തിലേക്ക് നിങ്ങളുടെ ബിസിനസ് വളർച്ച പ്രാപിക്കും എന്നുള്ളതാണ്. എന്നാൽ ഫെബ്രുവരി 18 മുതൽ മാർച്ച് 3 വരെയുള്ള സമയങ്ങളിൽ ധനപരമായ കാര്യങ്ങൾ നിങ്ങൾ ചിലവഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ്. കൈ അയച്ച് ധനം ചിലവഴിക്കാതിരിക്കുക. പിടിച്ചു മാത്രം ഈ പറഞ്ഞ കാലയളവിൽ നിങ്ങൾ ധനം ചിലവാക്കുക. ശുക്രനും രാഹുവും 3-ാം സ്ഥാനത്ത് വരുന്നത് കൊണ്ട് തന്നെ മാർച്ചിന്റെ തുടക്കത്തോടെ നിങ്ങളുടെ ആശയവിനിമയ ശേഷി വർദ്ധിക്കും എന്നുള്ളതാണ്. ഇത് കരിയറിനും ബിസിനസിനും ഗുണകരമാവും. നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു ശക്തി കൈവരുന്നതാണ്. ആരോഗ്യ രംഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യം പൊതുവിൽ ഈ മാസം ശോഭനമായിരിക്കും. എന്നാൽ സൂര്യൻ ശനി യോഗം 2-ാം സ്ഥാനത്തുള്ളത് കൊണ്ട് തന്നെ അസിഡിറ്റി, പല്ല് സംബന്ധപ്പെട്ട അസുഖങ്ങൾ തുടങ്ങിയ വിഷമതകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു മാസം പഴകിയ ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഒന്ന് വിട്ടു നിൽക്കുക കേട്ടോ. കേതു 9-ാം സ്ഥാനത്തുള്ളത് കൊണ്ട് ആകസ്മികമായ ചില പിന്മാറ്റങ്ങൾ ജീവിതത്തിൽ നടത്തേണ്ടി വരും. നേരത്തെ കൂട്ടി പറഞ്ഞുറപ്പിച്ച് വെച്ചിരുന്ന ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യതിചലിക്കേണ്ടതായിട്ട് വരും. അതുപോലെ മാനസികമായിട്ട് ചെറിയ സംഘർഷങ്ങൾക്കും ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു മാസം വഴിതെളിക്കും എന്നുള്ളതാണ്. വിശ്രമം ആവശ്യമാണ്. അത് എപ്പോഴും ഓർക്കുക. വിശ്രമമില്ലാത്തുള്ള ജോലികൾ ചെയ്യരുത്. ശരീരത്തിനും മനസ്സിനും സുഖം വർദ്ധിക്കുന്നതിന് വിശ്രമം ഈ മാസം. കുടുംബജീവിതത്തിൽ ചില അനിഷ്ട സംഭവങ്ങളും വാക്കുതർക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുക. ശനി, സൂര്യൻ 2-ാം സ്ഥാനത്തുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഭാവനാശക്തി വർദ്ധിക്കും. കവി, അതുപോലെ തന്നെ ആർട്ട് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സിനിമ അങ്ങനെയൊക്കെയുള്ള കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച ഒരു സമയമാണ്. സുഹൃത്തുക്കളുമായിട്ടും നല്ല ബന്ധം നിങ്ങൾ പുലർത്തുക. ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ മാസം വിജയം ഉണ്ടാകുന്ന ചില തീയതികളുണ്ട്. സുപ്രധാനപ്പെട്ട ചില തീയതികൾ. ഫെബ്രുവരി 14 ശിവരാത്രി. അന്നേ ദിവസം ശിവാരാധനയ്ക്ക് ഏറ്റവും നല്ല സമയമാണ് എന്ന് നമുക്ക് അല്ലാണ്ട് തന്നെ അറിയാം. നിങ്ങളുടെ ആത്മീയ ശക്തി വർദ്ധിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ്, അല്ലെങ്കിൽ നിങ്ങളിലെ ആത്മീയ ശക്തി വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് ഫെബ്രുവരി 14 എന്ന് പറയുന്നത്. അന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്ന പൂജകൾ, വഴിപാടുകൾ, പ്രാർത്ഥനകൾ ഇതൊക്കെ ഫലം ചെയ്യും. അപ്പൊ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്, അത് നേടണം എന്നൊക്കെ ചിന്തിക്കുകയാണ് എങ്കിൽ അന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ. അതുപോലെ ഫെബ്രുവരി 19, 23, മാർച്ച് 1, 4, 7, 12 ഈ ദിവസങ്ങൾ സാമ്പത്തികവും വ്യക്തിപരവുമായിട്ടുള്ള ചില നേട്ടങ്ങൾക്ക് അനുയോജ്യമായ ദിവസമാണ്. ഈ ദിവസങ്ങളിൽ ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്. ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ഈ ഡേറ്റുകൾ നോക്കിയിട്ട് അല്ലെങ്കിൽ അന്നേ ദിവസം നറുക്കെടുക്കുന്ന ടിക്കറ്റുകളൊക്കെ ഒന്ന് എടുത്തോളൂ.
ലോട്ടറി എടുക്കാത്തവരാണ് എങ്കിൽ ഒരിക്കലും അതിന് പ്രോത്സാഹിപ്പിക്കുകയില്ല. അതുപോലെ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ദിവസങ്ങൾ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. പിന്നെ ഫെബ്രുവരി 15 കറുത്തവാവാണ്, മാർച്ച് 30 വെളുത്തുവാവും വരുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങൾ കുടുംബക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. ഇനി ഈ ആത്മീയപരമായിട്ട് ഉണർവ് നേടുന്നതിനും മനസ്സിലെ പ്രശ്നങ്ങൾ അകന്നു പോകുന്നതിനും മനസ്സിന് നല്ല സമാധാനം കൈവരുന്നതിനും നിങ്ങൾ ഈ ശിവരാത്രിക്ക് അല്ലെങ്കിൽ ശിവാരാധനയിൽ കൂടുതലായിട്ട് ഇടപെടുക എന്നതാണ്. പ്രത്യേകിച്ച് ശിവരാത്രിക്ക് അന്നേ ദിവസം വ്രതമെടുത്തു കഴിഞ്ഞാൽ വർഷം മുഴുവൻ അല്ലെങ്കിൽ ജീവിതം മുഴുവൻ നമുക്ക് ഗുണം ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ ശനിയാഴ്ച ദിവസങ്ങള് വൃദ്ധരായവർക്കും ദരിദ്രരായവർക്കും നിങ്ങൾ അന്നദാനം നടത്തുക. ഇനി അന്നദാനം നടത്താൻ നിങ്ങൾക്ക് കഴിയാതെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാണയങ്ങൾ അന്നദാനം നടക്കുന്ന ക്ഷേത്രങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുണ്ട് എങ്കിൽ അന്നദാനത്തിന് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ക്ഷേത്ര ഭണ്ഡാരത്തിൽ കൊണ്ട് നിങ്ങൾ സമർപ്പിക്കുക. ഇനി ശുക്രന്റെ അനുഗ്രഹം നേടുന്നതിനും മഹാലക്ഷ്മി കടാക്ഷം നേടുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിയും ഉന്നതിയും ഉണ്ടാകുന്നതിനും വെള്ളിയാഴ്ചകളില് ദുർഗാദേവി അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ പൂജകൾ നിങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ദുർഗാക്ഷേത്രങ്ങളോ ദേവീക്ഷേത്രങ്ങളോ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം പോയി ഒന്ന് പ്രാർത്ഥിച്ചോളൂ. ഗൃഹത്തിൽ നെയ്വിളക്ക് കൊളുത്തി വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ദേവിയെ ആരാധിച്ചോളൂ, വഴിപെട്ടോളൂ. തീർച്ചയായും സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ കഠിന പ്രയത്നവും ആത്മവിശ്വാസവും എല്ലാം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൊയ്യുവാൻ സാധിക്കുന്ന ഒരു മാസമായിട്ട് ഈ കുംഭമാസം മാറുന്നതാണ്. കുംഭരാശിയുടെ ഫലങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അവിട്ടതര ചതയം പൂരിട്ടാതി മുക്കാല് ചേരുന്ന രാശിയാണ് കുംഭം. കുംഭരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഒരു കുംഭമാസം ആരോഗ്യപരമായിട്ട് ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് പറയുന്നുണ്ടെങ്കിലും അവ ഒരിക്കലും ഗുരുതരമാകുകയില്ല എന്നുള്ളതാണ്. ശനി, സൂര്യൻ, ബുധൻ എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങൾ സ്വരാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ ആലസ്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ഷീണം, മടി ഇതൊക്കെ വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ശുക്രന്റെ സ്ഥാനം മൂലം ഇത്തരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ നേരത്തെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി ധനപരമായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ബിസിനസ് മേഖലകളെ കുറിച്ചൊക്കെ പരിശോധിക്കുമ്പോൾ ശുക്രന്റെ മീനത്തിലുള്ള ഉച്ചസ്ഥാനം സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കും, സഹായിക്കും. തൊഴിൽ മേഖലയിൽ ഉയർന്ന പദവിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശസ്തിയും അംഗീകാരവും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽ മേഖലയിൽ ഒരു ആദരവും ബഹുമാനവും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തൊഴിലാകാത്തവർക്ക് ഈ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു തൊഴിൽ നേടുവാൻ സാധിക്കുന്നതാണ്. ബുധന്റെ സംക്രമണം അല്ലെങ്കിൽ പകർച്ച മൂലം ബിസിനസ് രംഗത്ത് അല്ലെങ്കിൽ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ വരുമാനം വന്നെത്താൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ധനം നിക്ഷേപിക്കുന്ന കാര്യത്തിൽ അതല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്ന കാര്യത്തിൽ അനുയോജ്യമായ സമയമായിട്ട് ഈ കുംഭമാസം മാറും എന്നതാണ്. ഫെബ്രുവരി 17, 21, 26, മാർച്ച് 3, 7 എന്നിങ്ങനെ ഡേറ്റുകൾ ധനപരമായിട്ട് വളരെ ആനുകൂല്യം നൽകുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ ധനപരമായി പുതിയ നിക്ഷേപങ്ങളോ സാമ്പത്തിക പ്രവർത്തനങ്ങളോ ആരംഭിക്കുന്നത് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളും വിജയങ്ങളും നേടിത്തരും. കുടുംബം, ബന്ധങ്ങൾ ഇവയെക്കുറിച്ച് നോക്കുമ്പോൾ ശനിയുടെ സ്വാധീനം മൂലം കുടുംബകാര്യങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുക. അംഗങ്ങളുമായിട്ട് സൗമ്യമായിട്ട് പെരുമാറാൻ ശ്രദ്ധിക്കുക. സൂര്യന്റെ സ്വാധീനം ചില ബന്ധങ്ങളിൽ മനോവിഷമതകൾ സമ്മാനിച്ചു എന്നും വരാം. ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ ബന്ധങ്ങളിൽ നിങ്ങൾ പ്രത്യേകമായിട്ടൊരു കരുതൽ എടുക്കേണ്ടതാണ്. ഫെബ്രുവരി 25, മാർച്ച് 5 എന്നിങ്ങനെ ദിവസങ്ങൾ കുടുംബത്തിൽ വിശേഷിച്ചുള്ള ചില ആഘോഷങ്ങൾ അല്ലെങ്കിൽ സന്തോഷത്തിന് വക നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് മികവുറ്റ ഒരു മാസമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ കുംഭമാസം എന്ന് പറയുന്നത്. ശുക്രന്റെ ഉച്ചസ്ഥാനം കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും മികച്ച സാധ്യതകളും അവസരങ്ങളും അംഗീകാരങ്ങളും വിജയങ്ങളും നേട്ടങ്ങളും സമ്മാനിക്കും. ഫെബ്രുവരി 19, 22, 28, മാർച്ച് 4 എന്നിങ്ങനെയുള്ള ഡേറ്റുകൾ പഠനപരമായിട്ട് അല്ലെങ്കിൽ പരീക്ഷാപരമായിട്ട് നിങ്ങൾക്ക് ഉന്നത വിജയം നേടിത്തരുന്ന ദിവസങ്ങളാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആദരിക്കപ്പെടാനോ നിങ്ങളുടെ ബുദ്ധി പരീക്ഷിക്കപ്പെടുവാനോ കഴിയും എന്നുള്ളതാണ്. ആത്മീയപരമായി ചിന്തിക്കുകയാണെങ്കിൽ കുംഭമാസത്തിലെ ശിവരാത്രി കുംഭം രാശിക്കാർക്ക് മഹാദേവ പ്രീതി കടന്നുവരുന്ന ഒരു മികച്ച അവസരമാണ്. ഫെബ്രുവരി 14 ശിവരാത്രി വരുന്നത്. കർമ്മ തടസ്സങ്ങൾ മാറാനും അനുഗ്രഹം വർദ്ധിക്കാനും ശിവരാത്രിയോടനുബന്ധിച്ച് ഉമാമഹേശ്വര പൂജ, രുദ്രാഭിഷേകം ഇതൊക്കെ ക്ഷേത്രത്തിൽ നടത്തുന്നത് നിങ്ങൾക്ക് മികച്ച ഫലത്തെ അത് നേടിത്തരും. ഫെബ്രുവരി 15, അതുപോലെ തന്നെ ഫെബ്രുവരി 15 കറുത്തവാവും 30 വെളുത്തവാവും വരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നത് കുടുംബദേവതയുടെ അനുഗ്രഹവും പിതൃക്കളുടെ പ്രീതിയും നിങ്ങൾക്ക് കൈവന്നെത്തുന്നതാണ്. ഇത് ജീവിതത്തിലെ സകല ദുരിതങ്ങളെയും അമർച്ച ചെയ്യും എന്നുള്ളതാണ്.
ഈ ഒരു കുംഭമാസത്തിൽ പൊതുവിൽ ധനലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽപരമായിട്ട് മുന്നേറ്റം ഉണ്ടാകും. തൊഴിൽ ലഭിക്കാതെ ഉള്ളവർക്ക് തൊഴിൽ ലഭിക്കും. ഉന്നതർക്കൊപ്പമുള്ള സൗഹൃദം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് സന്തോഷകരമായ വാർത്തകളും വർത്തമാനങ്ങളും പ്രോത്സാഹനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കുടുംബപരമായിട്ട് ചില അസംതൃപ്തികൾ ഉണ്ടാകാമെങ്കിലും ശാന്തത പുലർത്തിയാൽ ഗൃഹത്തിൽ പ്രശ്നങ്ങളെ പരിഹരിച്ച് സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് പ്രാർത്ഥനകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ആത്മീയപരമായിട്ട് വലിയ നേട്ടം നൽകുന്നതാണ്. പ്രധാനമായിട്ട് ഫെബ്രുവരി 17, 21, 26, മാർച്ച് 3, 7 ദിവസങ്ങൾ നിങ്ങൾക്ക് ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ദിവസമാണ്. അടുത്തതായിട്ട് മീനരാശിക്കാരുടെ ഫലമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പൂരട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന രാശി, അതാണ് മീനരാശി. മീനരാശിക്കാർക്ക് ഈ കുംഭമാസത്തെ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മാസത്തെ ഏറ്റവും മികച്ച മാസമാക്കി മാറ്റുവാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ മാസത്തിൽ കൈവരാനായിട്ട് പോകുന്നത്. കുംഭമാസ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ തൊഴിൽ, കാര്യജയം എന്നിങ്ങനെ മേഖലകളിലേക്ക് നോക്കുമ്പോൾ ജോലി സ്ഥലത്ത് പുതിയ ചുമതലകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരും. അതിനോടൊപ്പം തന്നെ ശത്രു സ്ഥാനത്ത് നിന്നിരുന്ന, അത് തൊഴിലിടത്തിലായിക്കോട്ടെ ബന്ധുക്കളിലായിക്കോട്ടെ, ശത്രു സ്ഥാനത്ത് നിന്നവർ നിങ്ങൾക്ക് അനുകൂലമായ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഭാവത്തിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളായിരുന്നവർ നിങ്ങൾക്ക് മിത്രങ്ങളായിട്ട് ഈ ഒരു മാസം മാറുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് സാമ്പത്തിക കാര്യത്തിൽ കൃത്യമായ ആസൂത്രണം ആവശ്യമാണ്. സൗഭാഗ്യശേഷി, സാമ്പത്തികം എന്നിങ്ങനെ മേഖലയിലേക്ക് പരിശോധിക്കുമ്പോൾ ചിലവുകൾ നിയന്ത്രിച്ചാൽ തീർച്ചയായിട്ടും ഈ മാസം സാമ്പത്തികമായ നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ചില അനാവശ്യ ചിലവുകൾ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് ചിലവുകളെ ഒന്ന് ലഘൂകരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പുതിയ കാര്യങ്ങളിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായും അതിനെക്കുറിച്ച് പൂർണ്ണമായി പഠിച്ചതിന് ശേഷം മാത്രമേ പുതിയ നിക്ഷേപങ്ങളിലേക്ക് പോകുവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ധനം കൊടുക്കൽ വാങ്ങൽ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുക. കടം ആർക്കും ഈ മാസം നിങ്ങൾ കടം കൊടുക്കാതിരിക്കുക. തീർച്ചയായും ആരോഗ്യകാര്യത്തിൽ മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ നിലവിൽ അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾ ശമിക്കുന്ന ഒരു മാസമായിട്ട് ഈ കുംഭമാസം മാറുന്നതാണ്. കുടുംബ ജീവിതത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും പരിശോധിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ വാക്കുതർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹം നോക്കുന്നവർക്ക് അല്പകാലം ആലോചനകൾ നീണ്ടുപോയേക്കാം. എന്നിരിക്കലും കൃത്യമായ അന്വേഷണം ഫലം കാണുക തന്നെ ചെയ്യും. ഗ്രഹനിലയിൽ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ മീനരാശിയിൽ ശുക്രനും രാഹുവും സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഗൈഡൻസ് നൽകാൻ കഴിവുള്ള ഒരു വ്യക്തിയുടെ അഡ്വൈസ് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ആശയക്കുഴപ്പം ഉണ്ടായാൽ ഇത്തരത്തിൽ ഉപദേശം നേടാൻ മടിക്കരുത്. ചൊവ്വ ഇടവം രാശിയിലാണ് നിൽക്കുന്നത്, അതായത് 4ാം ഭാവത്തിൽ നിൽക്കുകയാണ്, സുഖസ്ഥാനത്ത് നിൽക്കുകയാണ്. ഗൃഹം, വാഹനം, വസ്തു എന്നിവയിൽ ചില ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. ഈ ചിലവുകളെ സ്വയം നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അങ്ങനെയെങ്കിൽ ചില നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ മാസം കച്ചവടം ചെയ്യുന്നുണ്ട് എങ്കിൽ ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ വില കുറച്ചിത് വിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കേതു കന്യരാശിയിൽ നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രണയബന്ധത്തിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. അത്തരത്തിൽ സമ്മർദ്ദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാതിരിക്കാൻ ബോധപൂർവമായിട്ട് ശ്രമിക്കുക. കുംഭരാശിയിൽ ശനി, സൂര്യൻ, ബുധൻ യോഗം ചെയ്യുന്നതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തിൽ ചെറിയ കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ കാര്യങ്ങളെ നോക്കിക്കാണുക. പ്രാർത്ഥന, ക്ഷേത്ര ദർശനം, ആരാധന, വഴിപാടുകൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ലെവൽ ഉയരുന്നതാണ്. കുംഭമാസത്തിൽ നിങ്ങളുടെ സൗഭാഗ്യ ദിനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഫെബ്രുവരി 14 ശിവരാത്രി ദിവസം ഉറപ്പായും ആ ഒരു വ്രതം നിങ്ങൾ അനുഷ്ഠിക്കുക. ആത്മീയപരമായി വലിയ ശക്തി ആർജിക്കുന്നതിന് അത് നിങ്ങളെ സഹായിക്കും. ഫെബ്രുവരി 18, 23 ദിവസങ്ങൾ സാമ്പത്തികമായിട്ട് നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് അന്നേ ദിവസം സാമ്പത്തികമായ ലാഭം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നത് ഗുണം ചെയ്യും. ഫെബ്രുവരി 27 കുടുംബത്തിൽ ചില സന്തോഷ നിമിഷങ്ങൾ കൈവരും. അല്ലെങ്കിൽ അന്നേ ദിവസം കുടുംബത്തിൽ ചില സന്തോഷകരമായ മംഗളകരമായ ആഘോഷങ്ങളോ ചടങ്ങുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാർച്ച് 1, 5 തീയതികൾ ബിസിനസ്, തൊഴിൽ എന്നീ രംഗങ്ങളിൽ ചില മാറ്റങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാകാൻ
സാധ്യതയുണ്ട്. നമ്മൾ ഇന്നീ മനസ്സിലാക്കിയ മീനരാശിക്കാരുടെ ജാതകത്തിലെ ദോഷഫലങ്ങൾ പൂർണ്ണമായി അവസാനിച്ച് ശുഭഫലം വർദ്ധിക്കുന്നതിന് ശിവരാത്രി വ്രതവും കർത്തവാവിൽ ക്ഷേത്ര ദർശനമോ ആരാധനയോ കുടുംബക്ഷേത്ര ദർശനമോ നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. ചൊവ്വാഴ്ച ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങൾ നിങ്ങൾ സന്ദർശനം ചെയ്യാതെ ആഴ്ചയിൽ ഒരു ചൊവ്വാഴ്ചയെങ്കിലും സന്ദർശനം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും കുംഭമാസം മീനരാശിക്കാർക്ക് ഐശ്വര്യ സമ്പൂർണമായി തീരുന്നതാണ്.